നമ്മളിപ്പോൾ നഗരസഭ ഇപ്പോൾ ടെക്നോ പാർക്ക് ടീമുമായിട്ട് നമ്മൾ ജെൻ റോബോട്ടിക്സ് എന്ന് പറയുന്ന 2017 സംസ്ഥാന സർക്കാരിൻ്റെ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ കൂടി ഭാഗമായി രൂപീകരിച്ചിട്ടുള്ള ടെക്നോളജിയുടെ ഭാഗമായി അവർ നേരത്തെ സിവറേജ് നെറ്റ്വർക്ക് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടുത്തെ വേസ്റ്റ് കൂടുതൽ മാറ്റുന്നതിനോടൊപ്പം ഇതിൻ്റെ നമ്മുടെ സ്റ്റാഫ് ഇറങ്ങി ക്ലിയർ ചെയ്യുന്നതിന് പകരം ഇതിൻ്റെ ഈ ടണലിനകത്തേക്ക് ഈ മെഷീൻ കയറ്റി വിട്ടുകൊണ്ട് അത് നമുക്ക് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനവുമുണ്ട്, വേസ്റ്റ് പിക്ക് ചെയ്യാനുള്ള സംവിധാനവുമുണ്ട്. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ഫ്ലോ അതിലേക്ക് നാച്ചുറലായിട്ട് വരും. ആ ഫ്ലോ നിന്ന് ചിലപ്പോൾ ഈ ഒരു ഏരിയയിലാണ് ആ ബോഡി ഉണ്ടാവാൻ സാധ്യതയുള്ളതെന്ന് അവർ പറയുന്നത്. അപ്പോൾ ആ വേസ്റ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി ഏകദേശം ഈ ഫിൽറ്ററിൻ്റെ അവിടെ എത്തും. ഫിൽറ്ററിൻ്റെ അവിടെ നിന്ന് പിന്നെ ടേക്ക് ചെയ്യാന്നുള്ള ഒരു പ്ലാനിലാണ് ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. സാർ ഇവിടെ ഇറങ്ങാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സ്പേസ് ഒക്കെ കറക്റ്റാണ്. ചെറിയ രീതിയിലൊരു അഡ്ജസ്റ്റ്മെന്റ് വേണം. കാരണം ഇത് ടിപ്പിക്കൽ മാൻഹോൾ മാതിരിയല്ല, ഒരു നോർമൽ ഒരു ഓപ്പണിംഗ് ആണ്, ഒരു സ്ക്വയർ ടൈപ്പ് ഓപ്പണിംഗ്. പക്ഷേ നമ്മൾ എന്ത് വെച്ചാൽ ആ സ്ട്രക്ചർ അവിടെ കറക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് റോബോട്ടിനെ ഇറക്കാനുള്ള ഒരു പ്ലാനിലാണ്. ഇല്ല, ഒന്നും ചെയ്യൊന്നും വേണ്ട. കാരണം അതിനും പോസിബിലിറ്റി ഇല്ലല്ലോ. കാരണം ഷോർട്ട് പീരീഡ് ഓഫ് ടൈം അല്ലേ. അപ്പൊ ഉള്ള സിറ്റുവേഷനിൽ മാനേജ് ചെയ്യാന്നുള്ളത് മാനുവലിനുള്ളിൽ ഇറക്കാനുള്ള. ഇല്ല, മാലിന്യം റിമൂവ് ചെയ്യലാണ് ആ ഒരു മിഷന്റെ ഒബ്ജക്റ്റീവ്. സോ അത് ഓക്കെ ആണ്, അത് റിമൂവ് ചെയ്യാം. ശരി. ആക്ച്വലി വേസ്റ്റ് റിമൂവ് ചെയ്യാന്നുള്ളൊരു പ്ലാനാണ്. അപ്പോൾ നമുക്കത് ആ ബോഡി ആണെങ്കിൽ ഫ്ലോട്ട് ചെയ്ത് വരും ആ ഒരു ഏരിയയിലേക്ക്. സർവൈലൻസിന്റെ കാര്യം ബാക്കപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വർക്കൗട്ട് ആയിട്ടില്ലെങ്കിൽ സർവൈലൻസിന്റെ ഒരു പോസിബിലിറ്റിയാണ് നമ്മൾ നോക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട്. സോ ഇപ്പോഴത്തെ ഒരു ഒബ്ജക്റ്റീവ് വെച്ചാൽ വേസ്റ്റ് കാരണം ബോഡി ഇങ്ങോട്ട് എത്താത്തതാണെന്നുള്ള ഒരു ഫയർഫോഴ്സ് പറയുന്ന ഒരു ഒബ്ജക്റ്റീവ്. സോ അതുകൊണ്ട് ആ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി ഓട്ടോമാറ്റിക്കായിട്ട് എത്തും. അപ്പോൾ കളക്ട് ചെയ്യാന്ന് വരും. ഒരാളുടെ ഹൈറ്റ് എങ്ങാണ്ടേ ഉള്ളൂ. സർവൈലൻസും പോസിബിൾ ആണ്. പക്ഷേ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് വാസ് ടു റിമൂവ് ദ വേസ്റ്റ്. ഇതിന്റെ ഒരു ഡ്യൂറേഷൻ എത്ര വരുമെന്നാണ്? അത് വേസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. എത്രയാണ് വേസ്റ്റ് എന്നുള്ളത് അറിയാത്തതുകൊണ്ട് ഒരു 3-4 മണിക്കൂർ എന്തായാലും എടുക്കാൻ ചാൻസ് ഉണ്ട്.